മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ അവരൊക്കെ അതിൽ ആരോ എന്നോട് ചോദിച്ചെന്നോട് ഡ്രസ് അടിപൊളിയായിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടോ. ഭയങ്കര നഷ്ടമായിട്ടോ. ഞാൻ എന്തെങ്കിലും ഫോട്ടോസ് അയച്ചാ ആരെങ്കിലും വന്നോടിയിരുന്നു. ഓഡിയൻസ് ഫുള്ള് വന്നേക്കാണ്ട് എൻക്വയറി എടുത്തത് ഡ്രസ് എവിടെന്നാ. ബ്രൈഡ് ആയിഷ മാമിന് വേണ്ടിയിട്ട് ബ്രൈഡിന്റെ മദറിലോ ആണ് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡബിൾ ഡൈയിൽ വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് മാം ചൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗിൽ ഫുള്ളി ഒരു മൾട്ടി ഷെയ്ഡ് കോമ്പിനേഷൻ ആണ് നമ്മൾ ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ ദുപ്പട്ടയിൽ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അങ്ങനെ എല്ലാവരും സർപ്രൈസ് തരുന്നത് തിരക്കിലാണ് കേട്ടോ. നമ്മൾ എന്തിലാന്നുള്ളത് ദുപ്പട്ടയിലാണെന്ന് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മദറില്ലാണ്ട് ഏറ്റവും വലിയൊരു നിർബന്ധമായിരുന്നു എന്തെങ്കിലും ഒരു സർപ്രൈസ് അതിൽ വേണം എന്നുള്ളത്. അപ്പം നമ്മൾ അതേപോലെ സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രൈഡ് ട്രയൽ ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഒരു ബിഗ് മൊമെന്റ് എന്നായിരുന്നു കേട്ടോ. എത്ര ഹാപ്പിനെസ് ആണ് അവരെന്നുള്ളത് നമുക്ക് കണ്ടാലറിയാം. ആൻഡ് അവരായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കളർ കോമ്പിനേഷൻ, ഡബിൾ ഷെയ്ഡ്, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഫെയറി ടൈൽ ലുക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മെർമെയ്ഡൊക്കെ ഒരേപോലെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നൊരു മൊമെന്റ് ആയിരുന്നു കേട്ടോ അത്. ആ ഒരു ഉമ്മാൻ്റെ ഒരു എക്സ്പ്രഷൻസ് കാണാൻ വേണ്ടിയിട്ടായാലും ഒരു റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ടായാലും നമ്മളൊക്കെ അത്രയും വെയിറ്റിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ ആയിരുന്നു അവരും. അവർ ഔട്ട്ഫിറ്റ് വെയർ ചെയ്ത് കാണാനുള്ളൊരു അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്, എല്ലാ ബ്രൈഡിനെ പോലെ തന്നെ. അപ്പം നമുക്ക് അവരുടെ റിവ്യൂസ് ഒന്ന് ആദ്യം കേൾക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ലാറ അടിപൊളിയായിട്ടുണ്ട്. എസ്പെഷ്യലി ഇവിടുത്തെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെയാണ് എനിക്ക് എന്തെങ്കിലും സീക്രട്ട് ഒളിപ്പിച്ച് വെക്കണമെന്നുണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയായിട്ട് ആൾക്കാർക്ക് എന്താണത് എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അപ്പൊ ആ ഒരു സീക്രട്സ് ആ ഒരു ഷാളിൽ ഒളിപ്പിച്ച് വെച്ചതും അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. 4 മണി മുതലുള്ള പ്രോഗ്രാമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ചോദിക്കുന്ന അല്ലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ, നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇവിടുന്ന് ട്രയൽ ചെയ്ത് കണ്ടിട്ടുണ്ടാവും, അതുപോലെ ഡമ്മിയിൽ കണ്ടിട്ടുണ്ടാവും. എന്നാൽ എങ്ങനെ ആയിരിക്കും ഫൈനൽ ഡേക്ക് ആ ഒരു ഔട്ട്ഫിറ്റിൻ്റെ എലഗൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളത്. എപ്പോഴായാലും നമ്മളൊരു ബ്രൈഡൽ ആവുന്ന സമയത്ത്, ഒരു ബ്രൈഡൽ ഔട്ട്ഫിറ്റ് വെയർ ചെയ്യുന്ന സമയത്ത് ബ്രൈഡൽ ഔട്ട്ഫിറ്റിൻ്റെ അത്ര തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് മേക്കപ്പ് അല്ലേ. മേക്കപ്പ് ആയാലും സ്റ്റൈലിംഗ് ആയാലും ഒക്കെ അതിൻ്റെ കൂടെ നിന്ന് പോകുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മളിവിടെ ട്രയലിന് വരുന്ന സമയത്ത് ലോങ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ഔട്ട്ഫിറ്റ് വെയർ ചെയ്യുന്ന സമയത്ത് ടയേർഡായിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ബട്ട് അവർ അവരുടെ ഒരു ബിഗ് ഡേൻ്റെ അന്ന് ഔട്ട്ഫിറ്റൊക്കെ വെയർ ചെയ്ത് കാണുന്ന സമയത്ത് ആരായാലും അത്രയും ഹാപ്പി ആവും അല്ലേ. നമ്മൾ ഔട്ട്ഫിറ്റ് ഇവിടുന്ന് വെയർ ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഭംഗി തോന്നും ആ സ്റ്റൈലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കാണുന്ന സമയത്ത്. അപ്പം നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് വീഡിയോയിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അവരുടെ ഒരു ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അവരുടേതായ കുറച്ച് വീഡിയോസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. എത്ര രസമാണ് ബ്രൈഡിനെ കാണാന്നുള്ളത് നോക്കിയൊക്കെ. ഇത് ബ്യൂട്ടിഫുൾ ആണല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് കമൻറ്റ് ബിലോ.